ഒരു വൃദ്ധൻ നിലത്തുനിന്ന് സ്വർണ്ണ കഷ്ണങ്ങൾ പെറുക്കിക്കൊണ്ടിരുന്നു. അവസാനത്തേത് കയ്യിലെടുക്കുമ്പോൾ കയ്യിൽ ഒളിപ്പിച്ച ഒരു കല്ല് നിശബ്ദമായി എടുത്തു. അപ്പോഴാണ് ഓഫീസർ അദ്ദേഹത്തെ വെടിവെക്കാൻ ഉത്തരവിട്ടത്. വൃദ്ധൻ പെട്ടെന്നൊരു കുഴിബോംബിലേക്ക് കല്ലെറിഞ്ഞു. അതൊരു സ്ഫോടനത്തിന് കാരണമായി. ഓഫീസർ പരിഭ്രാന്തനായി തന്റെ സൈനികരോട് നേരെ വെടിവെക്കാൻ പറഞ്ഞു. പക്ഷേ അപ്രതീക്ഷിതമായി എന്തോ സംഭവിച്ചു. എല്ലാ വെടിയുണ്ടകളും തടയാൻ വൃദ്ധൻ ഒരു ലോഹപാത്രം ഉപയോഗിച്ചു. ക്യാപ്റ്റൻ അമേരിക്ക പോലും അതിൽ മതിപ്പുളവാവി നിങ്ങൾ ശരിക്കും മറ്റെന്തോ ആണ് എന്ന് പറയുമായിരുന്നു. വൃദ്ധന് മരിച്ചിരിക്കാമെന്ന് കരുതി ഓഫീസർ വെടിവയ്പ് നിർത്തി പരിശോധിക്കാൻ ഒരു പട്ടാളക്കാരനെ അയച്ചു. എന്നാൽ പട്ടാളക്കാരൻ അടുത്തെത്തുന്നതിന് മുൻപ് ഒരു കുഴിബോംബ് പറന്നുയർന്ന് പൊട്ടിത്തെറിച്ചു. തൽക്ഷണം അദ്ദേഹം മരിച്ചു. തുടർന്ന് ഓഫീസർ ഇരുവശത്തു നിന്നും 2 സൈനികരെ കൂടി അയച്ചു. പക്ഷെ അവർ കൊല്ലപ്പെടുന്നതിന് 3 സെക്കൻഡ് പോലും താമസിച്ചില്ല. തന്റെ പുരുഷന്മാർ മരിക്കുന്നത് കണ്ട ഓഫീസർ 2 സ്ത്രീ തടവുകാരെ മുന്നോട്ടു പോകാൻ നിർബന്ധിച്ചു. അവർ വഴി വൃത്തിയാക്കുമെന്ന് പ്രതീക്ഷിച്ചു. അതിനിടയിൽ വൃദ്ധൻ ഇതിനകം വഴുതിപ്പോയിരുന്നു. ക്ഷീണിതനായ അദ്ദേഹം തകർന്ന കാറിനടിയിൽ കിടന്നു. മുറിവിൽ ഒരു ബെൽറ്റ് കെട്ടി മരുന്നില്ലാതെ അയാൾ വെടിയുണ്ട പുറത്തെടുത്തു. വേദന വളരെ കഠിനമായിരുന്നതിനാൽ അയാൾ ബോധം കെട്ടുവീണു. ശത്രു സൈന്യങ്ങൾ അപ്പോഴേക്കും അടുത്തെത്തിയിരുന്നു. മണം പിടിക്കാൻ പരിശീലനം ലഭിച്ച നായ്ക്കളും കൂടെയുണ്ടായിരുന്നു. അവരുടെ ശബ്ദം കേട്ടപ്പോൾ വൃദ്ധൻ ഉണർന്നു. പെട്ടെന്ന് സ്വർണം ശേഖരിച്ച് കാറിനടിയിൽ ഒളിച്ചു. പട്ടാളക്കാർ അവനെ കണ്ടില്ല. പക്ഷേ ഒരു നായ അവന്റെ രക്തത്തിന്റെ ഗന്ധം ആസ്വദിച്ചു. വൃദ്ധൻ ഒരു ശത്രു ജീപ്പിനടിയിൽ ഇഴഞ്ഞു കയറി ഇന്ധന ടാങ്ക് മുറിച്ച് കത്തി ഉപയോഗിച്ച് സ്വയം ഒഴിച്ചു. ഇത് തന്റെ ഗന്ധം മറയ്ക്കുമെന്ന് അയാൾ കരുതി. പക്ഷെ അതൊരു തെറ്റായിരുന്നു. നായയും പെട്രോൾ മണത്ത് കുരച്ചു. പട്ടാളക്കാർ കാർ നിർത്തി പ്രദേശത്ത് തിരച്ചിൽ ആരംഭിച്ചു. അവസരം കണ്ട് വൃദ്ധൻ നദിയിലേക്ക് ഓടി. പക്ഷെ നായ അവനെ വീണ്ടും കണ്ടു. ഒരു സ്നൈപ്പർ അയാളുടെ കാലിൽ വെടിവെച്ചു. ഓഫീസർ അയാളെ ജീവനോടെ പിടിക്കാൻ അലറി. നായ അയാളെ പിന്തുടർന്നു. പക്ഷെ വൃദ്ധൻ ശാന്തമായി ഒരു തീപ്പെട്ടി കത്തിച്ച് സ്വയം തീർകൊളുത്തി. പേടിച്ചുകൊണ്ട് നായ നിന്നു. കത്തുന്ന വൃദ്ധൻ ഓടി നദിയിലേക്ക് ചാടി. പട്ടാളക്കാർ അയാൾക്ക് നേരെ വെടിയുതിർത്തു. പക്ഷേ അയാൾ ഇപ്പോഴും വെള്ളത്തിലേക്ക് ചാടി. അയാൾ കൈവശം വെച്ചിരുന്ന കനത്ത സ്വർണം കാരണം അയാൾ മുങ്ങി അപ്രത്യക്ഷനായി. പട്ടാളക്കാർക്ക് നീന്താൻ കഴിയാത്തതിനാൽ അവർക്ക് പിന്തുടരാൻ കഴിഞ്ഞില്ല. അരമണിക്കൂർ കഴിഞ്ഞ് വൃദ്ധൻ വായുവിനായി ശ്വാസം മുട്ടിയുയർന്നു. തല മുകളിലേക്ക് വന്നയുടനെ സ്നൈപ്പർ വീണ്ടും വെടിവെച്ചു. രക്തം വെള്ളത്തിൽ പടർന്നു. സ്വർണം വീണ്ടെടുക്കാൻ ഓഫീസർ ഒരു മുങ്ങൽ വിദഗ്ധനെ അയച്ചു. എന്നാൽ മുങ്ങൽ വിദഗ്ധൻ അടിയിലെത്തിയപ്പോൾ വൃദ്ധൻ തൊണ്ട മുരിച്ച് ഓക്സിജൻ എടുത്തു. ബോട്ടിലുണ്ടായിരുന്ന ഒരു പട്ടാളക്കാരൻ സംഭവം കണ്ട് പരിഭ്രാന്തനായി. എന്നിട്ടും കൂടുതൽ ആളുകളെ മുങ്ങാൻ ഓഫീസർ ഉത്തരവിട്ടു. എന്നാൽ 2 സെക്കൻഡിനുള്ളിൽ വെള്ളം വീണ്ടും ചുവന്നപ്പോൾ വിറച്ച പട്ടാളക്കാർ പിൻവാങ്ങാൻ തുടങ്ങി. കുഴപ്പത്തിനിടയിൽ അവരിലൊരാളെ ഒരു സഹപട്ടാളക്കാരനെ അബദ്ധത്തിൽ വെടിവെച്ചു. തുടർന്നൊരു സ്നൈപ്പർ ഒരു കനത്ത മെഷീൻ ഗൺ ഉപയോഗിച്ച് വെടിവെക്കാൻ തുടങ്ങി. എന്നാൽ ഇത്തവണ വൃദ്ധൻ മരിച്ച പട്ടാളക്കാരന്റെ ശരീരം ഒരു പരിചയായി ഉപയോഗിച്ച് രക്ഷപ്പെട്ടു. ഓഫീസർ ഞെട്ടലോടെ ഇതെല്ലാം നോക്കി നിന്നു. അപ്പോഴേക്കും വൃദ്ധന്റെ വളർത്തുനായ തിരിച്ചെത്തി. ഓഫീസർക്ക് ഒരു ആശയം ലഭിച്ചു. വൃദ്ധനെ കണ്ടെത്താൻ അയാൾ നായയെ ഉപയോഗിക്കും.